മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്കായിരിക്കും. പക്ഷേ നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വ്യാകരണത്തിൻ്റെ അഗാധനായ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്കാണ്. വൈയാകരനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. പ്രക്രിയാ സർവസ്വം എന്നുള്ളതാണ് മേൽപ്പത്തൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. ശബ്ദത്തിൻ്റെ സ്ഫോട സിദ്ധാന്തം എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉള്ളിൽ നാദം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ നാദം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നിഗ്രഹിക്കുന്നത് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്ഫോട സിദ്ധാന്തം. ഈ സ്ഫോട സിദ്ധാന്തത്തെ ആ സ്ഫോട സിദ്ധാന്തത്തിൽ നിന്ന് കൊണ്ട് നാദബ്രഹ്മത്തെ നമുക്ക് അനുഗ്രഹമാക്കി നൽകാനായിട്ടാണ് മേൽപ്പത്തൂര് നാരായണീയം എന്ന മഹാഗ്രന്ഥം എഴുതിയത്. അപ്പം നാരത്തിൽ അയനം ചെയ്യുന്നതാണ് നാരായണീയം. നാരം ജലമാണ്. ജലത്തിൽ അയനം ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രാണനാണ്, ദേവതയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ശ്വാസത്തിലാണ്, പ്രാണനിലാണ് ദേവത എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ അത് കാണുന്നത് തീർത്ഥത്തിലാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യവുമാണ് തീർത്ഥം. പൂജയെല്ലാം കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തെ നമ്മിലേക്ക് പകരുന്നത് തീർത്ഥം തളിച്ചിട്ടാണ്. ആ തീർത്ഥത്തിൽ അയനം ചെയ്യുന്നതിൻ്റെ ശാസ്ത്രമാണ്, രഹസ്യമാണ് നാരായണീയം. നമുക്ക് ഒരു പ്രാണോപാസന തന്നെയാണ് നാരായണീയത്തിലൂടെ ചെയ്യുന്നത്. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.